ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് രമ്യ. എനിക്ക് 27 വയസ്സായി. എൻ്റെ കല്യാണം 2 വർഷം മുമ്പാണ് നടന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, തിരുവനന്തപുരത്ത്. ചേട്ടൻ്റെ പേര് ഗോകുൽ എന്നാണ്. ഇവിടെ അടുത്ത് ടൗണിൽ ഒരു തുണിക്കടയിൽ ഞാൻ സെയിൽസ് ഗേളായി പോയി. അവിടുത്തെ മാനേജരും ഞാനുമായുള്ള കഥയാണ് നിങ്ങളോടിന്ന് പറയാൻ പോകുന്നത്. എല്ലാം ഞാൻ വിശദമായി പറയാം. ഞങ്ങളുടേത് ചെറിയൊരു ജീവിതമായിരുന്നു. വലിയ ആഡംബരങ്ങളൊന്നുമില്ല. വീട്ടിൽ ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് മക്കളൊന്നും ആയിട്ടില്ല. ഹസ്ബൻഡിൻ്റെ ഒരാളുടെ മാത്രം ശമ്പളം കൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ ചിലവുകളെല്ലാം നടന്നിരുന്നത്. ജീവിതം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് അച്ഛന് വയ്യാണ്ടായത്. ഹോസ്പിറ്റൽ ചിലവും എല്ലാം കൂടി ആയപ്പോൾ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിൽ ആയി. ഹസ്ബൻഡിൻ്റെ ഒരാളുടെ ശമ്പളം കൊണ്ട് മാത്രം ഇനി ജീവിതം മുമ്പോട്ട് പോവില്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്കും എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം. അതിനുള്ള ശ്രമങ്ങളെല്ലാം ഞാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സിനോടും പരിചയക്കാരോടും എല്ലാവരോടും എന്തെങ്കിലും ജോലി ഒഴിവുണ്ടെങ്കിൽ പറയണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീടിൻ്റെ അടുത്തുള്ള രമണി ചേച്ചി എന്നോട് പറഞ്ഞു, ഇവിടെ അടുത്ത ടൗണിലെ ഒരു തുണിക്കടയിൽ ഒരു സെയിൽസ് ഗേളിൻ്റെ ഒഴിവുണ്ട്, നീ ഒന്ന് പോയി നോക്ക്. ഞാൻ ഈ കാര്യം ഹസ്ബൻഡിനോട് പറഞ്ഞു. ആൾക്ക് ഞാൻ തുണിക്കടയിൽ ജോലി ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. എന്തായാലും ഇൻ്റർവ്യൂവിന് ഒന്ന് പോയി നോക്കാം, ഇവിടെ അടുത്തല്ലേ, നിങ്ങളുടെ ഒരാളുടെ ശമ്പളം കൊണ്ട് മാത്രം ഇനിയും മുമ്പോട്ട് പോവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനം ഹസ്ബൻഡ് സമ്മതിച്ചു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ പിറ്റേ ദിവസം തുണിക്കടയിൽ എത്തി. അവിടുത്തെ മാനേജർ ശ്രീകുമാർ സാർ, ആളാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. പുറത്ത് എവിടെ പോകുമ്പോഴും എൻ്റെ വേഷം സാരിയാണ്. ഹസ്ബൻഡിനെ പുറത്ത് ഇരുത്തിയിട്ട് ഞാൻ ഇൻ്റർവ്യൂ നടക്കുന്ന റൂമിലേക്ക് കയറി. അവിടെ ശ്രീകുമാർ സാർ മാത്രമേ ഉള്ളൂ. ആൾക്ക് ഒരു 35 വയസ്സൊക്കെ തോന്നിക്കും. നിറമാണ്. ഞാനൊരു സുന്ദരിയാണ് കേട്ടോ. നല്ല വെളുത്തിട്ട് നല്ല വണ്ണവും പൊക്കവും എല്ലാമുണ്ട്. എന്നെ കണ്ടതും ആളിൻ്റെ കണ്ണിലൊരു പ്രത്യേക തിളക്കം ഞാൻ കണ്ടു. ആള് എന്നോട് ചേറി ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ എനിക്ക് അറിയാവുന്ന പോലെ ഉത്തരങ്ങളെല്ലാം കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടിയെന്നും നാളെ മുതൽ വരണം എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ശരി സാർ, നാളെ വരാം എന്ന് പറഞ്ഞ് ഞാൻ എണീറ്റു. സാർ അത് കേട്ടില്ല. ശ്രദ്ധ മുഴുവൻ വേറെ സ്ഥലത്താണ്. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ വീട്ടിലേക്ക് പോന്നു. ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. പറഞ്ഞാൽ ജോലിക്ക് വിടില്ല എന്നെനിക്ക് ഉറപ്പാണ്. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ ജോലിക്ക് പോവാൻ തുടങ്ങി. ആദ്യം ആയതുകൊണ്ട് തന്നെ ജോലിയുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ നിന്ന് സാർ എനിക്ക് പറഞ്ഞു തരുവാണ്. 1-2 ദിവസം കൊണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം പഠിച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടും സാറ് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചുറ്റിപ്പറ്റി നിൽക്കും. തുണികൾ ഷെൽഫിൽ നിന്ന് എടുക്കുമ്പോഴും വയ്ക്കുമ്പോഴും സാറ് എന്നെ നോക്കും. പിന്നെ ഞാനത് കാര്യമാക്കാറില്ല. കാരണം എനിക്ക് ഈ ജോലി അത്രയ്ക്ക് അത്യാവശ്യമാണ്. ആ ഇടയ്ക്കാണ് എൻ്റെ ബർത്ത്ഡേ വന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് സാറ് അത് മനസ്സിലാക്കി. നല്ല വില കൂടിയ ഒരു വാച്ച് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. എനിക്ക് അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതം നല്ലപോലെ മുമ്പോട്ട് പോവാൻ തുടങ്ങി. ഞാനും ശ്രീകുമാർ സാറും ഇപ്പോൾ നല്ല കൂട്ടാണ്. ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒന്നിച്ചാണ്. അങ്ങനെ ഒരു ദിവസം ഞാനും സാറും സ്റ്റോക്ക് റൂമിൽ സാധനങ്ങളുടെ ലിസ്റ്റ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. മുകളിൽ ഒരു പെട്ടിയുണ്ട്. അതിലെ ഡ്രസ്സിൻ്റെ ലിസ്റ്റ് കൂടെ ഇനി ഇടണം. ഞാൻ കൈപൊക്കി ആ പെട്ടി എടുക്കുകയാണ്. ആള് എല്ലാം കണ്ടു. ആളുടെ കോലെടുത്ത് ബലമായി എൻ്റെ ആഴങ്ങളിലേക്ക് വെച്ചു.